ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് നന്ദനയും നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് നന്ദനയുടെ സ്വഭാവം ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് മോശമാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡോ അടുത്ത് പെരുമാറുന്ന ഒരു രീതി ഭയങ്കര മോശമാണ്. നമ്മുടെ നന്ദന, സായി, അഭിഷേക്, സിജോ ഇവരുടെയൊക്കെ കൂട്ടുകൂടിയിട്ട് മനഃപൂർവ്വം ജിൻഡോ അടുത്ത് വഴക്കുണ്ടാക്കുകയും ജിൻഡോക്കെതിരെ ഗൂഢാലോചന നടത്തുകയൊക്കെയാണ് ഇവരവിടെ ചെയ്യുന്നത്. അപ്പോ നേരത്തെ ഒരു വഴക്ക് ഉണ്ടാക്കിയതിന്റെ കാര്യം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ 2-3 ദിവസം മുന്നേ ഫുഡിന്റെ ഒരു കാര്യത്തിൽ ജിൻഡോയോട് നന്ദന കാണിച്ച ആ ഒരു അവഗണനയും അതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതായത് പേപ്പർ ടാസ്ക്. അപ്പൊ ആ ഒരു ടാസ്കിന്റെ പ്രൊമോ ഓൾറെഡി നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായി. അപ്പോ ആ ഒരു ടാസ്കിന്റെ ലൈവ് ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ കണ്ടതേ ഉള്ളൂ. അപ്പൊ അതില് ഡെൻ ടീമിൽ ഓൾറെഡി, അതായത് നന്ദനയും ജിൻഡോയും റസ്മിനും ആയിരുന്നു. റസ്മിൻ ഓൾറെഡി ഔട്ടായി പോയതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ടീമിൽ 2 പേരേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പേപ്പർ ടാസ്ക് എന്ന് പറയുന്ന ഒരു ബൗൾ നിറച്ച് കുറെ അധികം പേപ്പർ കട്ട് ചെയ്ത പേപ്പർ കഷ്ണങ്ങൾ അത് ഊതിക്കളയുക, ആ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ഇത്ര ടൈമിനുള്ളിൽ ഊതിക്കളയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ടൈമിനുള്ളിൽ എത്രയും കുറഞ്ഞ ടൈമിനുള്ളിൽ ആരാണോ അത് ആ ഒരു പേപ്പർ ബൗളിൽ നിന്ന് ഊതി മാറ്റുന്നവർ അവരായിരിക്കും ടീമില് കൂടുതൽ പോയിന്റ് നേടുക. അപ്പൊ അങ്ങനെ ആ ഒരു ടാസ്കില് ഊതുന്നതിന്റെ ഇടക്ക്, അതായത് നമുക്കറിയാം, നമ്മളിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഊതുമ്പോഴത്തേക്കും നമുക്ക് ഓക്സിജൻ കുറവായിരിക്കും. നമ്മളങ്ങനെ ഊതുമ്പോൾ നമ്മുടെ ഓക്സിജൻ ഇതായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഊതിക്കൊണ്ട്, അതായത് ഇവരുടെ ടീമില് ജിൻഡോയും നന്ദനയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഊതി ഊതി വന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദനയ്ക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ നന്ദന അവിടെ ഇരുന്ന് പോവാണ്. കാരണം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അടുപ്പിലൊക്കെ നമ്മൾ ചോറൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അടുപ്പിൽ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഊതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടാറുണ്ട്. അപ്പോ ഈ നന്ദനയെ അതുപോലെ തന്നെ അവരെ ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് കുറെ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഊതി വന്നപ്പോഴത്തേക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ നന്ദന അവിടെ ഇരുന്നിട്ട് ശ്വാസം ഭയങ്കരമായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ എല്ലാവരും കൂടെ എടുത്ത് പൊക്കി. കാരണം ആ കുട്ടിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടലുണ്ടായി. പിന്നെ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ പിന്നെ എല്ലാരും കൂടെ ഒക്കെ എടുത്ത് നമ്മുടെ മെഡിക്കൽ റൂമിൽ കൊണ്ടുചെന്നു. അങ്ങനെ കൊണ്ടുചെന്ന് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ആള് ഓക്കെ ആയി. അപ്പോ ഞാൻ ഒരിക്കലും ഒരാൾക്ക് ആപത്ത് വരുമ്പോഴത്തേക്കും അതിന് ഒരു ഇതായിട്ട് പറയുമല്ല. ഇപ്പൊ ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ആപത്തൊന്നും വരാതിരുന്നതിൽ നമ്മൾക്ക് അതായത് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോയോട് നന്ദനയുടെ ഒരു പെരുമാറ്റം കുറച്ച് മോശമാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തില്. പിന്നെ ഇന്നെന്നല്ല, എപ്പോഴും ജിൻഡോ അടുത്തുള്ള നന്ദനയുടെ ഒരു പെരുമാറ്റം കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ടാസ്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോ ആ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ജിൻഡോയും കൂടെയാണ് പൊക്കി ആ കുട്ടിയെ കൊണ്ടുപോയി അതായത് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആൾ ഓക്കെ ആയിട്ടൊക്കെ വന്നു. അപ്പൊ ഒരിക്കലും ഒരു പരിധി വരെയൊക്കെ നമ്മളെക്കാട്ടി പ്രായമുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചൊരു മാനേഴ്സ് അല്ലെങ്കിൽ കുറച്ചൊരു ബഹുമാനം വെക്കുന്നത് നല്ലതായിരിക്കാം. പ്രത്യേകിച്ച് ജിൻഡോ ആരെന്ത് പറഞ്ഞാലും എല്ലാം കേട്ടോളും. അതുകൊണ്ട് തന്നെ എന്ത് പറയാം എന്നുള്ള ഒരു ഭാവം മിക്കവർക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ട്. അതിൽ പറയേണ്ട ആളാണ് ഈ നന്ദനയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോ സ്വന്തം ടീമിലുള്ള ആള് തന്നെയാണ് ജിൻഡോ. അപ്പൊ പുള്ളിയെടുത്ത് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഇന്നത്തെ നന്ദനയുടെ ഒരു ജിൻഡോയുടെ ആ ഒരു തട്ടിക്കേറ്റും വഴക്കും ഒക്കെ കുറച്ച് ഓവറായിരുന്നു. അപ്പൊ എന്റെ ഒരു മനസ്സിൽ ഞാൻ പറയാണ് കേട്ടോ, അതിന്റെ ഒരു ചെറിയൊരു ശിക്ഷയായിട്ട് ദൈവം കൊടുത്തായിരിക്കും ഈ ഒരു ടാസ്കിന്റെ സമയത്തുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട്. ആപത്തൊന്നും വരാതിരുന്നത് വലിയൊരു ഉപകാരം തന്നെയാണ്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ആ കുട്ടിക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ട്. ഇനിയെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത്, അതായത് പ്രായത്തിന്റെ ആ ഒരു, അതായത് എന്താ പറയാ, ഒരു കുട്ടിത്തമാണ് പുള്ളിക്കാരിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അറിയാൻ പാടില്ലാത്ത ഒരു കുറവുണ്ട്. അതുകൊണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സായി, സിജോ, അഭിഷേക് ഇവരുടെയൊക്കെ കൂടെ കൂടിയിട്ട് ഉള്ള ഇവര് ഒരു ഗ്യാങ് ആണ്. അപ്പൊ ഇവരുടെ കൂടെ കൂടിയിട്ടുള്ള കുറെ അധികം തീരുമാനങ്ങളും അപ്പൊ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ ജിൻഡോയ്ക്ക് പുറത്ത് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഒരു കാരണവശാലും ജിൻഡോ ജയിക്കരുത്, അല്ലെങ്കിൽ ടാസ്കിലാണെങ്കിലും അല്ലെങ്കിൽ
എന്തിലാണെങ്കിലും ജിൻഡോ ജയിക്കരുതെന്നുള്ള ഒരു മനോഭാവമാണ് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അപ്പൊ എത്ര ഗൂഢാലോചന നടത്തിയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ആ ഒരു ടാസ്ക് ചെയ്തപ്പോൾ നന്ദനയ്ക്ക് ശ്വാസതടസ്സം ഒക്കെ ഉണ്ടായി. പിന്നെ ആൾ ഓക്കെ ആയി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു ടാസ്ക് അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ടീമിൽ രണ്ടുപേരേ ഉള്ളൂ, അതായത് ജിൻഡോയും നന്ദനയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ടാസ്കിലെ പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, അവർക്ക് ഇതിന് മുന്നത്തെ ടാസ്കിലൊക്കെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ അതൊക്കെയാണ് ഇപ്പോ ലൈവില് ഓൾറെഡി നടന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത ബിഗ് ബോസിന്റെ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.